ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അങ്കൂസ് അല്ലൂസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഒക്കെ വിളിക്കാൻ പോയിട്ടുണ്ട്. അവർ വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മളുടെ അങ്കൂസും അല്ലൂസൊക്കെ എത്തിയിട്ട് സ്കൂൾ വിട്ടിട്ട് പിന്നെ നമ്മുടെ അങ്കൂസിന് ഒരു സ്റ്റഡി ടേബിള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തുറക്കാൻ വന്ന് സൗകര്യം കൂട്ടിയിട്ട് അതൊക്കെ തുറക്കുകയാണ് കേട്ടോ. അത് ആൾക്ക് വേഗം തുറക്കുക എന്നിട്ട് ഒരേ പറച്ചിലായിരുന്നു കേട്ടോ. അതൊന്ന് തുറന്ന് ആളുടെ മുമ്പിലൊന്ന് കാണിച്ചു കൊടുത്തപ്പോഴേ ആൾക്ക് സന്തോഷമാവുള്ളൂ. ഇത് എനിക്കില്ലേ, എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട. അലിഹാദിൻ്റെ നമ്മുടെ അല്ലൂട്ടൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അത് കണ്ടത് ആളുടെ സന്തോഷം കുറേ ദിവസമായിരിക്കണം ഇങ്ങനെ പറയണു. എന്നിട്ട് ഓർഡർ ചെയ്ത ദിവസം മുതൽ ദിവസം എണ്ണീറ്റേ ഇരിക്കുക കേട്ടോ. ഇന്നൊരു ദിവസം കുറഞ്ഞൂലപ്പാ, നാളെ കഴിഞ്ഞ് എത്ര ദിവസം ഉള്ളൂലപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ആളതാ ഓരോന്നൊക്കെ നോക്കുക കേട്ടോ. ഇവിടെ ഇതിനെ പെൻസിലിട്ടാൽ ഇതിനെ എടുക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഒക്കെ കൊടുക്കുക നിൽക്കട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്ന് എഴുതാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഇതായിരുന്നു ആള്. ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ ബെഡിൻ്റെ മേലെ താഴെ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കുക കേട്ടോ. ആടുണ്ടോ, ഉറങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആളുടെ സംശയം. അപ്പോൾ ഇങ്ങനെ താഴെയൊക്കെ നോക്കണു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക, എന്നെ എടുക്കുകയാണോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയട്ടാ. പിന്നെ ആൾക്ക് നോക്കിയിട്ട് തീരുന്നില്ല. ആൾക്ക് ഇത് വേണം എന്ന് കുറേ ദിവസമായി പറയണം. അപ്പം അതിങ്ങോട്ട് വന്നപ്പോൾ ആളുടെ ഒരു സന്തോഷമേ. ഇനി നോക്കിക്കോ, ഇനി കുറേ ദിവസത്തിന് ഇതും കൊണ്ടുള്ള കളി തന്നെയായിരിക്കും കേട്ടോ. ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ അവന് ഉറങ്ങണം നോക്കി കണ്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ അല്ലൂസ് ഇപ്പോൾ ട്യൂഷനൊക്കെ വിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്ക് പരിപ്പിച്ചാറൊന്നും ഇഷ്ടമല്ല, മുട്ട പൊരിച്ചതാന്നൊക്കെ പറയാം. അപ്പോൾ എന്താ വേണ്ടിയെന്ന് നമുക്ക് ചോദിച്ച് നോക്കട്ടെ. എന്താ ആളുടെ മറുപടി നോക്കാം. അല്ലൂസേ, ചോറ് വേണ്ടേ? എന്താ കൂട്ടാൻ? പരിപ്പിച്ചാറ്. എനിക്ക് മുട്ട വേണം. അപ്പോൾ മുട്ടയും ചോറും കൂടി ഒരു സംഭവം ഉണ്ടാക്കി തരട്ടെ ഞാൻ? കഴിക്കുമോ? അപ്പം നമുക്ക് നോക്കാട്ടാ. അപ്പം അമ്മ ഉണ്ടാ അങ്കൂസ് ഇവിടെതാ പുതിയ ടേബിളിൽ ഇരുന്ന് പഠിക്കേട്ടാ. അങ്കൂസേ, എങ്ങനെയുണ്ട് ടേബിള്? സൂപ്പർ ആയിട്ടുണ്ട്. ഇനി മടിയില്ലാണ്ടിരുന്ന് പഠിക്കും. നല്ല കുട്ടിയായില്ലേ? അപ്പം ഇനിയിപ്പോൾ ഞാൻ താഴെ പോയിട്ട് അല്ലൂക്കാക്ക് ചോറ് കൊടുക്കട്ടെ. കുട്ടി വരുന്നുണ്ടോ? അങ്കൂസ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ബനിയനിട്ട് കേട്ടാ. കള്ളൻ മാറ്റിക്കണണ്ട വേറെ ബനിയന്. എന്തിനാ ഈ ബനിയൻ മാറ്റിയിട്ട് സ്വത്തേ? എന്തിനാ മാറ്റിയിട്ടത്? നീ കരഞ്ഞിട്ട് എന്തിനാ മാറ്റിയിട്ടത് രാജാ? ആൾക്ക് ഉറങ്ങി എണീച്ചപ്പോൾ ഒരു കിറുക്ക്. ആള് ഞാൻ വരുമ്പോഴത്തേന് ഒരു കരച്ചിൽ നിർത്തിയിട്ടില്ല. ഉറങ്ങി എണീച്ചിട്ട് ഒരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിൽ നിർത്തിയിട്ടില്ല. ബനിയനൊക്കെ ഊരി അവിടെ ഇട്ടിരിക്കുന്നു. അത് അവനക്ക് ഇഷ്ടപ്പെട്ടില്ല അത്ര. എന്നിട്ട് പിന്നെ വേറെ ബനിയൻ മാറ്റി കൊടുത്തേക്ക് കേട്ടാ. സ്വത്തേ എഴുതു രാജാ. വിശപ്പിൻ്റെ വിളി വന്നിട്ട് അപ്പോൾ ഒരാളിപ്പോൾ പോയിക്കണ് താഴേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ വിശക്കണോ പറഞ്ഞിട്ട് പറയും. അവനിപ്പോൾ ഏകദേശം അങ്കൂസ് എഴുതി കഴിയില്ലേ, അപ്പോൾ ഇത്തിരി ഉമ്മ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരാം കേട്ടോ ഭക്ഷണം. അപ്പോൾ അങ്ങനെ നമുക്ക് താഴെ പോവാം കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം കേട്ടോ. പിന്നെ ചട്ടി വെച്ചു. ഇത് ഞാനിങ്ങനെ അങ്കൂസിന് ഉണ്ടാക്കി കൊടുക്കാറില്ല, സാധനം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് അതിടാം. അതിട്ട് നന്നായി വഴറ്റാം. അതിൽ 2 പച്ചമുളക് ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി അങ്ങോട്ട് വഴന്നൊക്കെ വരട്ടെ. കുറച്ച് ഒരു ലേശം ഉപ്പൊക്കെ ഇടണം കേട്ടോ. ഉപ്പിടുന്നത് കാണിച്ചിട്ടില്ല ഇതിൽ, പക്ഷേ നിങ്ങൾ ഇട്ടോളൂ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്കിപ്പോൾ ഇങ്ങനെ മുട്ട മാത്രം മതി എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഈ ഉള്ളിയിൽ ഈ തക്കാളിയുടെ ഒക്കെ പേസ്റ്റായി, അതായത് നമ്മൾ തക്കാളി ചോറൊക്കെ വെക്കണ വിധത്തിൽ കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. 2 അരയിടാം കേട്ടോ. പിന്നെ അത് നന്നായി വഴറ്റി ഒക്കെ അതിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം.
പിന്നെ അത് അങ്ങനെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ പച്ചമുളകും ഈ ഇഞ്ചിൻ്റെയൊക്കെ നമുക്ക് നല്ല മണമൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് നമുക്ക് എന്താ തക്കാളി പേസ്റ്റ് എടുക്കുക. ആ അരച്ച തക്കാളി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇതിലേക്ക് കൊട്ടുക. ഇതങ്ങനെ കൊട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഇത് നന്നായി അങ്ങോട്ട് വഴച്ചെടുക്കുക. അപ്പോൾ ഈ തക്കാളിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് അതെന്ത് ചെയ്യാം, അതങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ തക്കാളിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചെയ്യാം, കുറച്ച് നമുക്ക് മുളക് പൊടി ഉണ്ടല്ലോ അതെടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ട് കുട്ടികൾക്കാണല്ലോ ഉണ്ടാക്കണം, അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് മുളക് പൊടി എടുത്താൽ മതി, നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഈ കുറച്ച് ഞാൻ എന്താണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കുറച്ച്. പിന്നെ ഇത് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റി അതിൻ്റെ മണമൊക്കെ ഒന്ന് സെറ്റായി സിമ്മാക്കി വെച്ചിട്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ. അങ്ങനെ സിമ്മാക്കി വെച്ചതിൽ എന്നിട്ട് അങ്ങനെ നന്നായി വഴറ്റിയെടുത്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് നല്ല സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതൊരു നുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ചോറൊക്കെ കഴിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇതിൽ ഇനിയിപ്പോൾ 2 മുട്ടയൊക്കെ ഉടച്ച് വീഴ്ത്തി അതൊന്ന് സെറ്റാക്കിയിട്ട് അതിൽ ചോറിട്ടിട്ട് കുറച്ച് നെയ്യ് കൂടി അര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് നല്ല എല്ലാവരുടെയും ആ ഈ മസാലയൊക്കെ ആ ചോറിലൊക്കെ പിടിക്കുന്ന പോലെ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ കുട്ടികൾ എത്ര ചോറ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് മുട്ടയൊക്കെ നന്നായി ഇതിൽ അങ്ങോട്ട് ചിക്കി വരട്ടെ, അങ്ങോട്ട് നമ്മൾ സാധാരണ ആക്കുന്ന പോലെ തന്നെ അങ്ങനെ ചിക്കിയൊക്കെ വെക്കുക. അവിടെ ആ മസാലയൊക്കെ ഇതിലൊക്കെ നല്ല പിടിച്ച് വരുമ്പോൾ സാധാരണ അറിയാമല്ലോ മുട്ട ചിക്കി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോറെടുത്ത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പേർക്ക് കഴിക്കാനുള്ളതിനനുസരിച്ചിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചോറിൽ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ, കുറച്ച് നെയ്യൊക്കെ തൂവി ഒക്കെ ആയി. നമ്മുടെ അല്ലൂസിൻ്റെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി കൊടുത്ത്. അപ്പോൾ ചൂടുണ്ട്, അപ്പോൾ പിന്നെ പറഞ്ഞാൽ ആളുടെ മുമ്പിലത്തെ പല്ല് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് ഒരിക്കൽ മദ്രസ പോയി വരുമ്പോൾ ആളുടെ സൈക്കിളിൻ്റെ ബ്രേക്ക് ഒന്ന് ജാമായാൽ സൈക്കിളും ആളും കൂടി വീണു. ആളുടെ മുമ്പിലത്തെ പല്ല് കുറച്ചൊന്ന് പൊട്ടിപ്പോയി കേട്ടോ. അതിലാകെ സങ്കടത്തിലൊക്കെയാണ് അന്ന് വന്നത്. പിന്നെ നമ്മൾ ആ സങ്കടം കാട്ടാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ കാട്ടിയില്ല. പിന്നെ അവനെ സമാധാനമൊക്കെ പെടുത്തി ഡോക്ടറിനൊക്കെ കൊണ്ട് കാണിച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മടിയനായ അങ്കൂസിന് കാണിച്ചു കൊടുക്കാം, ഇന്നെന്താ പറയുന്നത് നോക്കട്ടെ. നന്നായി അങ്കുവാ, ഇഷ്ടപ്പെട്ടാ? അപ്പം ഇനി ഇതേപോലെ എപ്പോഴും ഉണ്ടാക്കി തരണ. അപ്പോൾ അവർക്ക് ടാറ്റാ പറയൂ. അപ്പോൾ ഞങ്ങൾ ഇനി കാണുമ്പോഴേക്കും അങ്ങോട്ട് ടാറ്റാ.